ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് അക്കംപനയിങ് വെൻ ആൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു എ ഗേഷ്യസ് ആറ്റം. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗേഷ്യസ് ആറ്റം, ഒരു ആറ്റമിൻ ഗ്യാസ് ആയിട്ടിരിക്കുന്ന ഒരു ആറ്റം, ആ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ സർട്ടൈൻ എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യാം? ക്യാൻ ബി റിലീസ്ഡ്, അല്ലേ? കുറച്ച് എമൗണ്ട് എനർജി എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇലക്ട്രോണൊപ്പം കുറച്ച് എനർജി എന്ത് ചെയ്യണം? അഡീഷണൽ സപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോണിനെ ആഡ് ചെയ്യാം. ഇങ്ങനെ സപ്ലൈ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതുമായിട്ടുള്ള എനർജിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, ദ പ്രോസസ് ഓഫ് ആഡിങ് ഇലക്ട്രോൺ ടു ആൻ ആറ്റം ക്യാൻ ബി എക്സോതെർമിക് ഓർ എൻഡോതെർമിക്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സംടൈംസ് ഈ ആറ്റത്തിൻ്റെ നേച്ചറിനെ, ഏത് ആറ്റത്തിലേക്കാണോ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് അതിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് വെദർ ദ റിയാക്ഷൻ ഇസ് എക്സോതെർമിക് ഓർ എൻഡോതെർമിക് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സപ്പോസ് ക്ലോറിൻ ആറ്റം. ക്ലോറിൻ ആറ്റം ഓൾറെഡി ഗ്യാസ് ആണ്. ക്ലോറിൻ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ക്ലോറിൻ ആറ്റം Cl- അയോൺ ആയിട്ട് മാറും, അല്ലെ? ബിക്കം എ ഗേഷ്യസ് അയോൺ. ഈ കേസിൽ ക്ലോറിൻ ആറ്റം എന്ത് ചെയ്യുന്നറിയോ? കുറച്ച് എമൗണ്ട് ഓഫ് എനർജീനെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഹെൻസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം നെഗറ്റീവ്. ഇറ്റ് വിൽ ബി ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിട്ട് മാറും. കാരണം എന്താണ്? ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ 2,8,7 എന്നാണ്. അതായത് ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ ഹാർഡ്ലി റിക്വയർഡ് ആണ്, അല്ലെ? ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നതോടൊപ്പം എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നോബിൾ ഗ്യാസ് നിയോൺ 10 എടുക്കുകയാണ്. കോൺഫിഗറേഷൻ 2,8 ആണ്. ഇതിലേക്ക് ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ. ഇവിടെ ഓൾറെഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണുള്ളത്. അപ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ ഒരു ഷെല്ല് ആവശ്യമാണ്. ആ ഷെല്ലിന് എന്ത് വേണം? Kl-m എന്ന് പറഞ്ഞ ഷെല്ലിന് എക്സ്ട്രാ എനർജി വേണം. ആ എനർജി കൂടി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റിയാക്ഷൻ എന്തായിട്ട് മാറും? നിയോൺ മൈനസ് അയോൺ കിട്ടുന്ന ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആയിട്ട് മാറും. ഈ കേസിലാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിട്ട് മാറുന്നത്? ഒന്നില്ലെങ്കിൽ ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ വരുന്നത്. ഇനി അടുത്ത കാര്യം എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെ വാരി ചെയ്യുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ പീരീഡ് മൂവ് ചെയ്യുമ്പോൾ അത് ബിക്കം മോർ നെഗറ്റീവ്. ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ബിക്കം മോർ നെഗറ്റീവ്. ഡൗൺ ദ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താവും? ബിക്കം ലെസ് നെഗറ്റീവ്. കാരണം എന്താ? ഗ്രൂപ്പിന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഷെല്ലുകളെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഷെല്ല് ആഡ് ചെയ്യുമ്പോഴും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അധികം എന്ത് ചെയ്യുന്നു? വരുന്നു. അതുകൊണ്ടാണ് ടോപ്പ് ടു ബോട്ടം എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം ലെസ് നെഗറ്റീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി. Let us look at the definition. It is a qualitative measure of tendency of an atom in a molecule to attract a shared electron pair towards itself. എന്താണ് ഡെഫിനേഷൻ പറയുന്നത് നോക്കാം നമുക്ക്. ഇവിടെ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ഫോം ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്തിട്ടാണ്. എന്നാൽ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ ആറ്റം പുൾ മോർ ടുവേർഡ്സ് ഇറ്റ്. ഈ ടെൻഡൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് ആറ്റത്തിന് ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല? ഒരു ഐസൊലേറ്റഡ് ആറ്റത്തിന് ഒരിക്കലും ഇലക്ട്രോനെഗറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു ആറ്റം ഒരു മോളിക്യൂളിന്റെ ഭാഗമാവുമ്പോൾ മാത്രമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി വരുന്നത്. നൗ പോളിംഗ് സ്കെയിൽ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫാക്ടർ. പോളിംഗ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂറിന് ആർബിട്രറിലി 4 എന്നൊരു വാല്യൂ അസൈൻ ചെയ്യുകയും ആ 4നെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഓരോ ആറ്റത്തിനും ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് അസൈൻ ചെയ്യുകയും അതൊരു പോളിംഗ് സ്കെയിൽ എന്നുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ളൊരു സ്കെയിലായിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ
അതുകൊണ്ടാണ് പോളിംഗ് സ്കെയിലിൽ ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആരായിട്ട് മാറുന്നത്? ഓക്സിജൻ ആയിട്ട് മാറുന്നത്. പോളിംഗ് അല്ലാണ്ട് മറ്റു പലരും ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ സ്കെയിലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു ആറ്റത്തിനെ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കില്ല. ഒരു ആറ്റം അടുത്ത ആറ്റംസായി കമ്പൈൻ ചെയ്ത് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് വ്യത്യാസപ്പെടുന്നു. മറ്റൊന്ന് നോക്കാം, ഇലക്ട്രോനെഗറ്റിവിറ്റിനെ ബാധിക്കുന്ന വലിയൊരു ഫാക്ടറാണ് അറ്റോമിക് സൈസ്. ആസ് ദ സൈസ് ഡിക്രീസസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. എപ്പോഴാണ് അറ്റോമിക് സൈസ് കുറയുന്നത്? അലോങ് ദ പീരീഡ്, അല്ലേ? എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ആഡഡ് ഒരേ ഷെല്ലിലേക്ക് തന്നെ ആഡ് ചെയ്യപ്പെടുന്നു. ഹെൻസ് ആസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അലോങ് ദ പീരീഡ് ആൻഡ് ഇൻസൈഡ് ദ ഗ്രൂപ്പ് ഡൗൺ ദ ഗ്രൂപ്പ് electronegativity decreases due to the increase in size of the atom. Okay, now it is valency or oxidation state. Very important to say that valency is the determining factor of chemical reactivity of a particular element. അതുകൊണ്ട് വാലൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വാലൻസിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇതാ ശ്രദ്ധിക്കുക, ഒരു ഡെഫിനിഷൻ: കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് ആൻ ആറ്റം ഇസ് കോൾഡ് വാലൻസി. ഒരു ആറ്റം മറ്റുള്ള ആറ്റംസുമായിട്ട് എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയോ ഡൊണേറ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ വഴിയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, അതിനെയാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാലൻസി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാലൻസി എങ്ങനെ ഫൈൻഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ വാലൻസി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, electrons present in the outermost shell of an atom is called valence electron. ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറത്തു വരുന്ന ഷെല്ലിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്ലോറിൻ 17 2,8,7 ഹിയർ, this is the outermost shell and here it is chlorine atom consists of 7 outermost electrons അഥവാ 7 valence electrons. Chemical behavior of an element depends on the number of valence electron. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പറഞ്ഞിട്ടുള്ള ആറ്റത്തിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നൗ എങ്ങനെയാണ് നമ്മൾ വാലൻസി എക്സ്പ്ലെയിൻ ചെയ്യുക? പീരിയോഡിക് ടേബിളിനെ ഡിഫറെൻറ്റ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത് ഇത്തരം ചില സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നോക്കാം, നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 രണ്ടുപേരും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന, ഇതിൽ 1ഉം 2ഉം ഗ്രൂപ്പിന്റെ നമ്പറിനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിലെ എലമെന്റുകളുടെ വാലൻസി എന്ന് പറയുന്നത്. ഇനി പി ബ്ലോക്ക് എലമെന്റ്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 ആണ് വരുന്നത്. ഇവരുടെ വാലൻസി എങ്ങനെ ഫൈൻഡ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ഇവരുടെ ഗ്രൂപ്പ് നമ്പറിൽ നിന്നും 10 കുറച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 13 എന്ന് പറയുന്നത് 13 ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഫസ്റ്റ് വൺ ആണ് ബോറോൺ. അപ്പോൾ ബോറോണിന്റെ നമ്പർ വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 - 10 ഇറ്റ് ഈസ് 3, അല്ലേ? കാരണം നിങ്ങൾക്കറിയാം ഒരു കോമ്പൗണ്ട് ബോറോണിന്റെ BF3, ശരിയല്ലേ? ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ദെൻ ഡി ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റും. അതായത് മാംഗനീസിന്റെ ഒക്കെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മാംഗനീസിന് +1 തൊട്ട് അല്ലെ +7 വരെയുള്ള ഏതൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാം, ഏതൊരു വാലൻസിയും കാണിക്കാം. അതാണ് മാംഗനീസിന്റെ വെറൈറ്റി. ഇനി നമ്മൾ പറഞ്ഞു വാലൻസ് ഇലക്ട്രോണെ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തഡ് എന്താണ്? നോക്കൂ, ഒരു ആറ്റത്തിന്റെ വാലൻസിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അയാളൊപ്പം കമ്പൈൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം നോക്കിയാൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ H2O, അല്ലെ? ഓക്സിജന്റെ വാലൻസി എത്രയാണ്? എത്ര ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടുണ്ട്? 2. ഹെൻസ് ഓക്സിജന്റെ വാലൻസി ഈസ് 2. ഇനി നമ്പർ ഓഫ് ഹൈഡ്രോജൻ ആറ്റം, ഹാലോജൻ ആറ്റത്തിന്റെ എണ്ണം നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ CCl4, ഇതിൽ ഹാലോജൻ Cl ആണ്. കാർബണിന്റെ വാലൻസി എത്രയായിരിക്കും? ഇതിന്റെ എണ്ണം ഇറ്റ് ഈസ് 4. ഇനി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം, കാർബൺ ഡയോക്സൈഡ്, കാർബണിന്റെ വാലൻസി എത്ര? ഓക്സിജന്റെ നമ്പർ എത്രയാണോ അതുകൊണ്ട് ഡബിൾ ചെയ്യണം. അപ്പൊ 2 × 2 എത്രയാ വരിക? 4. പിടികിട്ടിയായിരുന്നോ? അപ്പൊ ഇതാണ് വാലൻസി ഡിറ്റർമിൻ ചെയ്യാനുള്ള വിവിധ വഴികളും വാലൻസിയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ.